വന്ന് സബ്മിറ്റ് കഴിയുമ്പോൾ തന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു ഡാഷ്ബോർഡ് പ്രത്യേകമായി ഡെവലപ്പ് ചെയ്തു. 100 കോടിക്ക് താഴെയുള്ളതെല്ലാം ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസും 100 കോടിക്ക് മുകളിലുള്ളത് KSIDC, കിൻഫ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിൻഫ്ര ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഓരോ EOEക്കും ഒരു ലൈസൺ ഓഫീസർ, അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും, പക്ഷെ ഒരു ഇൻഡിവിജ്വലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും മിനിസ്റ്റർ എന്ന നിലയിൽ എൻ്റെ നേതൃത്വത്തിൽ ഓരോന്നിൻ്റെയും പ്രോഗ്രസ് റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ ആ ഡാഷ്ബോർഡിൽ അവർ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അതാത് സ്റ്റാറ്റസ് ഫോട്ടോ വഴി അപ്ലോഡ് ചെയ്യണം. ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. പ്രിൻസിപ്പൽ സെക്രട്ടറി ലെവലിൽ ഈ യോഗം എൻ്റെ യോഗത്തിനോടൊപ്പം അദ്ദേഹവും റിവ്യൂ ചെയ്യുന്നത് കൂടാതെ ആ യോഗത്തിൽ കാണുന്ന പ്രത്യേക പ്രശ്നങ്ങൾ ACS അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രത്യേകം അതിനെ സംബന്ധിച്ച് ഓരോ കേസ് ടു കേസ് പരിശോധിച്ച് വിവിധ വകുപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെട്ട് ആ സെക്രട്ടറിമാരെയും വിളിച്ചു ചേർത്ത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. IKGSന്റെ തുടർച്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ചേർന്നു. ആ മന്ത്രിതല യോഗത്തിനകത്ത് വന്ന നിർദ്ദേശങ്ങളിൽ ഞങ്ങളൊരു പ്രത്യേകമായിട്ട് ഡോസിയർ ഉണ്ടാക്കി. അതിനകത്ത് വന്ന അഭിപ്രായങ്ങളിൽ 31 പരിഷ്കാരങ്ങളുടെ സമഗ്രമായ ഡോസിയറാണ് നമ്മൾ തയ്യാറാക്കിയത്. എന്തെല്ലാം മാറ്റങ്ങളാണ് വരേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അത് റിവ്യൂ ചെയ്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു. പിന്നീട് വീണ്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രണ്ടാമത് യോഗം ചേർന്നു. അതിൽ 31 പരിഷ്കാരങ്ങൾ, 22 നയപരിഷ്കാരങ്ങൾ അംഗീകരിച്ചു. അതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. അവർ ചട്ടങ്ങൾ, 100 കണക്കിന് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അവരുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ജില്ലാ കളക്ടറേറ്റിലും ഒരു ഇൻവെസ്റ്റ്മെന്റ്, അവരും കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ചേരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ സെല്ല് ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോൾ അന്ന് നമ്മുടെ മുൻപിൽ വന്ന നിക്ഷേപങ്ങളുണ്ട്, അതിനുശേഷം തുടർച്ചയിൽ വന്നതുണ്ട്. അതെല്ലാം ചേരുമ്പോൾ 449 എന്നാണ്. ഞങ്ങളൊന്നൊരു സ്ക്രീനിങ് ചെയ്തു, ഏതെങ്കിലും സാധ്യമല്ലാത്തതിനകത്ത് ഒഴിവാക്കി. അതിൽ അങ്ങനെ അന്ന് നിർദ്ദേശിക്കപ്പെട്ട 1,81,209 കോടിയുടെ പ്രപ്പോസലാണ് അന്നത്തെ താല്പര്യപത്രങ്ങളായി വന്നത്. അതുവഴി 4,97,800 തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൽ തന്നെ ഭൂമി ലഭ്യമായതും അവരുടെ കയ്യിലുള്ളത്, അവർ വാങ്ങുന്നത്, നമ്മുടെ പാർക്കുകളിലുള്ളത്, അങ്ങനെ ഭൂമി ലഭ്യമായിട്ടുള്ള 285 പദ്ധതികളാണ് പിന്നീട് ഇതിൻ്റെ ആദ്യഘട്ടമായി നമ്മൾ കണ്ടത്. അതിൽ ഭൂമി ലഭ്യമായ പദ്ധതികളിൽ 115 എണ്ണം ഇപ്പം തന്നെ നിർമ്മാണം ആരംഭിച്ചു. അതായത് 40.35% ഭൂമി ലഭ്യമായ പദ്ധതികളിൽ ഇപ്പം തന്നെ നിർമ്മാണം ആരംഭിച്ചു. അതുവഴി 54,908.22 കോടി, ഏകദേശം 55,000 കോടി, 54,908.22 ക്രോസിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നമുക്കിപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതുവഴി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 66,073 ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് നിക്ഷേപങ്ങളും അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലാണ്. ഓഫീസർമാർ അതിനകത്ത് ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ട്. KSIDCയുടെ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ടേഴ്സ് അവർ മിക്കവാറും ആഴ്ചകളിൽ തന്നെ ആദ്യഘട്ടത്തിൽ ചെയർമാൻ്റെ MDയുടെ നേതൃത്വം അവർ പ്രത്യേകം റിവ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ 100 കോടിക്ക് മുകളിലുള്ളത്. ഇതുകൂടാതെ വ്യവസായ മന്ത്രി ചെയർമാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറുമായി KSIDC ഇൻവെസ്റ്റേഴ്സ് ഡയറക്ടേഴ്സും FICCI, CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, കടായി, ഇവരുടെ പ്രതിനിധികൾ അംഗങ്ങളായിട്ടുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി ഇതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു അപൂർവ നേട്ടമാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല. ഇതിനു മുൻപ് നിരവധി ഇവൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് കേവലം ഇവൻറ്റുകളായിട്ട് അവസാനിക്കുകയും ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇവൻറ്റിന് ശേഷം, ഒരു സബ്മിറ്റിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ എന്തെല്ലാം അച്ചീവ്മെൻ്റ് ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള മേഖലകൾ നിങ്ങൾ ഇവിടെ നേരത്തെ വിസ്തീരിച്ചുകൊണ്ടാണ് അതിൽ ഞാൻ ഓരോ ഭാഗത്തിലേക്കും പോകാത്തത്. അതിനകത്ത് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈലൈറ്റ് ഗ്രൂപ്പ്, ലുഡു ഗ്രൂപ്പ്,
ഷറഫ് ഗ്രൂപ്പിൻ്റെ ഇതെല്ലാം വന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഇതിലേക്ക് കൺവേർട്ട് ഞാൻ പറഞ്ഞ മേഖല നിങ്ങൾ വിസ്തീരിച്ചാണ്. ടൂറിസം, ഭക്ഷ്യ സംസ്കരണം, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണം, ഐ ടി അധിഷ്ഠിത വ്യവസായങ്ങൾ, മരാധിഷ്ഠിത വ്യവസായങ്ങൾ, റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽസ്, ഹെൽത്ത് കെയർ, ആയുർവേദ, വെൽനസ് ഈ മേഖലയിലാണ്. ഇനി ഞങ്ങളുടെ ഈ നിക്ഷേപങ്ങളിൽ കുറേ കൂടി പെട്ടെന്ന് സ്പീഡാകാൻ ഇടയുണ്ട്. കാരണം ഇന്ന് ചേർന്ന ക്യാബിനറ്റ് ഐ ടി നയം അംഗീകരിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഐ ടി പാർക്കുകൾ ഉൾപ്പെടെ സെയിം സ്റ്റാറ്റസ്. ഇൻഡസ്ട്രീസ് പാർക്ക് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങിയ പോലെ തന്നെ പ്രൈവറ്റ് ഐ ടി പാർക്ക് മറ്റ് ഗവൺമെൻറ് ഐ ടി പാർക്കിൻ്റെ അതേ സ്റ്റാറ്റസ് ഉള്ളതും, അതുപോലെ ഐ ടി പാർക്കുകളിൽ ഇപ്പോൾ നമ്മൾ 30 വർഷം 60 വർഷമൊക്കെയാണ്, 90 വർഷത്തേക്ക് ലീസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള വളരെ മൗലികമായ മാറ്റങ്ങളോടുകൂടി ഐ ടി നയം ഇന്ന് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൂടി വരുമ്പോൾ നമ്മുടെ ആ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് കുറേ കൂടി ബാക്കിയുള്ളതിൽ നമുക്ക് റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു വർഷം ഇതിന് ശേഷം നമുക്ക് പിന്നിടാൻ കഴിഞ്ഞു. അതിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളും പൊതുവെ IKGS നല്ല രീതിയിലാണ് കേരളത്തിൻ്റെ മുൻപിലും ലോകത്തിൻ്റെ മുൻപിലും അവതരിപ്പിച്ചത്. ദേശീയ മാധ്യമങ്ങളും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഗുണം കഴിഞ്ഞ 2ാം ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വന്നപ്പോഴുണ്ടായി. അവിടെ കേരളം കുറേ കൂടി വിസിബിളായിരുന്നു. നമ്മൾ ESG പോളിസി അംഗീകരിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് $14 ബില്യൺ 1.18 ലാക്സ് ക്രോസിൻ്റെ 1.18 ലക്ഷം കോടിയുടെ ഇത് കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ കൂടി വന്നിട്ടുണ്ട്. അത് റിയാലിറ്റിയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് വകുപ്പ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്.